നിസാം സെയ്ദ്, പാർട്ടിക്ക് വേണ്ടാത്ത ഒരു MLA ആർക്കാണ് വേണ്ടത്? ഈ MLA കൊണ്ട് ഇനി എന്താണ് ആ മണ്ഡലത്തിലെ ആളുകൾക്ക് പ്രയോജനം? ഈ MLA എങ്ങനെ നിയമസഭാ സാമാജികനായി തുടരും? നിസാം സെയ്ദ്. അരുൺ, ഞാൻ ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ഞാനൊരു പ്രസ്താവന വായിക്കാം. രാജ്യത്തുടനീളമുള്ള 16 MP-മാരും 135 MLA-മാരും സ്ത്രീകൾക്കെതിരായ കൃത്യങ്ങളിൽ കുറ്റാരോപിതരാണ്. അവരാരും രാജിവെച്ചിട്ടില്ല. ധാർമ്മികതയുടെ പേരിൽ MLA സ്ഥാനം രാജിവെക്കുന്നു എന്ന് കരുതുക. പിന്നീട് നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ ധാർമ്മികതയുടെ പേരിൽ MLA സ്ഥാനം തിരികെ കിട്ടുമോ? രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് പുറപ്പെടുവിച്ച പ്രസ്താവനയല്ലിത്. ഈ പ്രസ്താവന ബലാത്സംഗ കുറ്റം ചുമത്തി മുകേഷ് MLA അറസ്റ്റിലായി അദ്ദേഹം ജാമ്യത്തിലിറങ്ങിയപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറിയോട് CPM സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം ഇന്നിപ്പോൾ നമ്മൾ ഈ പ്രസ്താവന പറയുന്നതായിട്ട് MV ഗോവിന്ദനോട് മാധ്യമപ്രതിനിധികൾ ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ ഉത്തരമാണ്. അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു, മുകേഷ് ഒരു പ്രതി മാത്രമാണ്, കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിട്ടില്ല, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. CPM-ന് ലൈംഗിക ആരോപണങ്ങളുടെ പേരിൽ ഉള്ള ലൈംഗിക ആരോപണങ്ങളോടുള്ള നിലപാടാണ് CPM പാർട്ടി സെക്രട്ടറി ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ നിലപാട് അല്ല CPM-നുള്ളതെന്ന് മറ്റേതെങ്കിലും ഒരു കമ്മിറ്റി പ്രഖ്യാപിച്ചതായിട്ട് എനിക്കറിയത്തില്ല. അപ്പോൾ CPM ലൈംഗിക ആരോപണത്തിന് വിധേയരായ ഒരാൾ രാജിവെക്കണമെന്നൊരു അഭിപ്രായം CPM-നില്ല. മുകേഷ് മാത്രമല്ല CPM-ൽ ലൈംഗിക ആരോപണത്തിന് വിധേയരായത്. ഒട്ടേറെ ആളുകളുടെ പേരുണ്ട്, ഞാൻ ആ പേരുകളൊന്നും ഇവിടെ പറയുന്നില്ല. പിന്നെ BJP-യുടെ പ്രതിനിധിയുടെ ശബ്ദം ഞാനിവിടെ കേട്ടു. പക്ഷെ നമുക്കറിയാം, ഡൽഹിയിൽ വളരെ നീണ്ട കാലം ഇന്ത്യയെ പ്രതിനിധീകരിച്ച് രാജ്യാന്തരങ്ങളിൽ ഇന്ത്യയുടെ യശസ് ഉയർത്തിപ്പിടിച്ച ഗുസ്തി താരങ്ങൾ നീണ്ട കാലം ഒരു സത്യാഗ്രഹം നടത്തി, സ്ത്രീകൾ അടക്കം. ബ്രിജ് ഭൂഷൺ എന്ന ഗുസ്തി ഫെഡറേഷന്റെ പ്രസിഡന്റ്, അദ്ദേഹം BJP-യുടെ MP ആണ്. അദ്ദേഹത്തെ ഗുസ്തി ഫെഡറേഷന്റെ പ്രസിഡന്റ് സ്ഥാനത്തെങ്കിലും വളരെ ഗുരുതരമായ പോസ്കോ കുറ്റം ഉൾപ്പെടെ വളരെ ഗുരുതരമായ കുറ്റങ്ങളാണ് അദ്ദേഹത്തിന്റെ പേരിൽ പരസ്യമായി ചാർജ് ചെയ്യപ്പെട്ടത്, അദ്ദേഹത്തിന്റെ പേരിൽ പരസ്യമായി ഉന്നയിച്ചത്. ഒരു നടപടിയും BJP എടുത്തിട്ടില്ല. അതിനെതിരെ പരാതി ഉയർത്തിയ വനിതകൾക്ക് നേരെ, ഇന്ത്യയുടെ യശസ് ഉയർത്തിയ കായിക താരങ്ങൾക്ക് വരെ പോലീസ് അതിക്രമം പോലും അഴിച്ചുവിട്ടു. BJP ഗവൺമെന്റ് അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയും എടുക്കാൻ തയ്യാറായില്ല. ഇങ്ങനെ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ, ഇന്ത്യയിലെ രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ നിലപാടെടുക്കുമ്പോൾ കോൺഗ്രസ് വളരെ വ്യത്യസ്തമായ ഒരു നിലപാട് ഇവിടെ എടുത്തിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നമുക്കറിയാവുന്നതുപോലെ പരസ്യമായി ഫോർമലായി ഔദ്യോഗികമായി ഒരു പരാതിയും ഇതേവരെ രേഖപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു FIR ഇല്ല, അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കേസില്ല. അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ച പല ആരോപണങ്ങളിലും ക്ലാരിറ്റി കുറവാണ് എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. പക്ഷേ അതേസമയം തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ എന്ന് പറഞ്ഞ് പുറത്തുവിട്ടിരിക്കുന്ന, നിങ്ങൾ തന്നെ പുറത്തുവിട്ടിരിക്കുന്ന ചില ശബ്ദ സന്ദേശങ്ങളിൽ അദ്ദേഹം വിശദീകരണം നൽകേണ്ടതുണ്ട്. അത് അല്ലെന്ന് അദ്ദേഹം നിഷേധിക്കാത്തിടത്തോളം കാലം അത് വളരെ ഗുരുതരമായ കുറ്റമാണ് എന്ന് തന്നെ ഞാൻ കരുതുകയും ചെയ്തു. ആ സമയത്ത് കോൺഗ്രസ് പാർട്ടി ഒരു പൊതുപ്രവർത്തകൻ പാലിക്കേണ്ട മാന്യതയും പൊതുപ്രവർത്തകൻ പാലിക്കേണ്ട രാഷ്ട്രീയ സദാചാരവും അതുപോലെ തന്നെ വിവേചന ബുദ്ധിയും രാഹുൽ മാങ്കൂട്ടം കാണിച്ചിട്ടില്ല എന്ന് പ്രഥമ ദൃഷ്ട്യാ തീരുമാനമെടുക്കുന്നു. നമ്മൾ ആലോചിക്കണം, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗം എന്താണ് എന്ന് കോൺഗ്രസ് പാർട്ടി കേട്ടിട്ടില്ല. അതിനുള്ള സംവിധാനം പുറകെ വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. Debate with Dr. Arun Kumar.